വേറെയില്ല. രക്ഷകനേശു സാന്തരിയേ, രക്ഷിപ്പാൻ മാർഗം വേറെയില്ല. രക്ഷകനേശു സാന്തരിയേ, വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ യേശുവിനെ ചേർന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ യേശുവിനെ ചേർന്നു. സത്യവചനം കേട്ടുവിവാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടുവിവാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിത്യരും ജീവ പുസ്തകത്തിൽ ഉന്നയായിരുന്നു എഴുതിടുമേ. നിത്യരും
നാം ജീവിക്കുന്നു. അനുഗ്രഹീതമായ പകൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. തുടർന്ന് നാം ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും അധികം വലിയ വിപത്തായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുമാണ്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മാരകമായ വിഷപദാർത്ഥങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായി കഴിഞ്ഞ ചില വർഷങ്ങളായി മാധ്യമങ്ങളിലൂടെയൊക്കെയും നമുക്കറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇതിന് അടിമപ്പെട്ടു പോയ ഒത്തിരി കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, അതുപോലെ മാതാപിതാക്കളെ അനുസരിക്കാതെ സ്വന്തം വഴിയിൽ സ്വന്തം ഇഷ്ടത്തിലേക്കൊക്കെ പോകുന്ന ഒരു വലിയ കാലഘട്ടത്തിൽ, അതുപോലെ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ, റോഡ് അപകടങ്ങൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു പരിധിവരെ ലഹരി ആണ് വില്ലൻ എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നാം അറിഞ്ഞ വാർത്തകളൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. റോഡിലൊക്കെ നടക്കുന്ന വലിയ ദുരന്തങ്ങൾ, അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളൊക്കെ ലഹരിയുടെ പിൻബലത്തിലാണ് പല അക്രമങ്ങളും പല അപകടങ്ങളും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്പസമയം നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ലഹരി മൂലം, മദ്യപാനം മൂലം ഒരു കുടുംബം എപ്പോഴായും തകരുന്നു, ഒരു വ്യക്തിയുടെ ശരീരം എങ്ങനെ രോഗാതുരമായി തീരുന്നു, ഒരു കുടുംബ സമാധാനം എങ്ങനെ നശിക്കുന്നു, ഇത്യാദി വിഷയങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് ഒരു ലഘുനാടകം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ഇത് ശ്രമിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാവിലെ തന്നെ തുടങ്ങിയാല് ശരീരത്തിനൊരു ഉന്മേഷമൊക്കെ കിട്ടും. നിങ്ങൾക്ക് കുടിച്ച് രസിക്കാൻ മതിയല്ലോ, ഈ കുടുംബത്തിന്റെ മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. നീ അന്നേരം കുടിച്ച് രസിക്കുന്നോ? നീ ഇതൊന്ന് കുടിച്ച് നോക്കണി. എന്ത് കഷ്ടപ്പെട്ടിട്ടാ ഞാനിതൊന്ന് കുടിച്ചിറക്കുന്നത്. അമ്മേ, എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. ആ മോനെ, നീയാലും പോയി ഒന്ന് നന്നാടാ. അതെങ്ങനാ? നിങ്ങളുടെ അല്ലേ മോൻ? 8 ഗുണമോ 10 ഗുണമല്ലേ? വരാതിരിക്കുന്നു. അങ്ങനെ ആകാതിരുന്നാൽ മതിയായിരുന്നു. എന്റെ ദൈവമേ. അയ്യോ നീ പുണ്ണാഴ്ച വളർത്തിയൊരു മോറുണ്ടല്ലോ, അവളെന്തേടി? ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഇട്ടിട്ട് അവളെന്നെ പരമ ദുഃഖത്തിലാക്കിയിട്ട് പോയില്ലേ? ഇത് ഞാൻ രാവിലെ തന്നെ പഴംപുരാണം തുടങ്ങി. അതെങ്ങനെ? എന്റെ കെട്ടുകാരോടെ പണയം വെച്ചിട്ടല്ലേ മനുഷ്യൻ നിങ്ങൾ കുടിച്ചത്. അവളെങ്കിലും രക്ഷപ്പെട്ടെ. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. എടാ, ആരെ കാണുന്നില്ല. എടാ വരൂടാ വരും, നീ ഒന്ന് വെയിറ്റ് ചെയ്. എടാ, നീ ഒന്ന് വരുന്നുണ്ട്. നിന്റെ കയ്യിലെ സിഗരറ്റ് കാണിക്കും. ചേട്ടാ, ആ
ഫസ്റ്റ് ഇയർ ബി സിറ്റിസിന്റെ ക്ലാസ് എവിടെ? പറയാമല്ലോ. പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. അത് ശരിയാ. എന്താ നിന്റെ പേര്? എന്റെ പേര് മനു. മനുവോ? എവിടാ നിന്റെ വീട്? ചങ്ങനാശ്ശേരിയില്ല. ചേട്ടാ ക്ലാസ് പറയാമെങ്കിൽ ഞാനങ്ങ് പോകായിരുന്നു. ആട്ടെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി വല്ലതും ഉണ്ടോ? എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയാമോന്ന്? ഇല്ല, അങ്ങനൊന്നും എനിക്കറിയില്ല. അയ്യേ, അറിയത്തില്ലയോ? എടാ എവിടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണവനെ, പാവം ചെറുക്കൻ. ഞാൻ പഠിപ്പിച്ച ഇനി വാ, ഞാൻ പഠിപ്പിച്ചു തരാം. വെള്ളത്തിന് വേണ്ടി ടാപ്പ് എങ്ങനെയാ തിരിക്കുന്നത് ഒന്ന് കാണിച്ചേ. ഒന്ന് ഇങ്ങനെ തിരിച്ചാ മതി. കൊള്ളാം. എങ്ങനെ നമ്മള് ബൾബ് ഇടുന്നത്? ബൾബ് നമ്മള് ഇങ്ങനെ തിരിച്ചാ മതി. എങ്ങനെ തിരിച്ചാ മതി? ആണല്ലോ. നിന്റെ കാലിൽ ചെളി പറ്റിയെന്ന് എങ്ങനെ കളയുന്നത്? നമ്മൾ കാല് വെച്ച് ഇങ്ങനെ തട്ടിക്കളയും. വളരെ നന്നായിരിക്കുന്നു, കൊള്ളാം, മിടുക്കൻ. എന്നാ ഇത് മൂന്ന് ഒരുമിച്ചൊന്ന് ചെയ്തേ. റെഡി? നീ കരയുന്നത്? നീ പേടിക്കേണ്ട കാര്യമൊന്നും. മോനെ, ഇതാണ് ഡാൻസ്. ചേട്ടാ ഇനി ഞാൻ പോട്ടെ. പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഈ സിഗരറ്റ് കൂടെ ഒന്ന് വലിച്ച് നോക്കട്ടെ. ചേട്ടാ വേണ്ട പ്ലീസ്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ചേട്ടാ പ്ലീസ് അങ്ങനെ ഷിൻഡോ, എടാ ഇത് തോന്നുന്നു പിമ്പരിയായി. ഇല്ല, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അത്ര തന്നെ. കോളേജിൽ പോയിട്ട് 2-3 മാസമല്ലായല്ലോ. എന്നാ നിന്റെ സ്വഭാവത്തിന് മാറ്റം? കോളേജല്ലേ, മാറ്റമൊക്കെ വരും. 10ാം ക്ലാസ് പഠിക്കുന്ന അച്ഛനോടൊന്നും പറഞ്ഞില്ല. എല്ലാം എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പഴമക്കാർ പറഞ്ഞത് എത്ര സത്യമാണ്. തുടങ്ങി. ഇവരെന്നാ എനിക്ക് ഭ്രാന്തി പിടിക്കും. ഞാൻ പോവാ. എടി, അവന്റെ സ്വഭാവത്തിൽ എന്തോ കാര്യമായ മാറ്റമുണ്ടല്ലോ. ഞാനും ശ്രദ്ധിച്ചു. എന്താ ഒരു ദേഷ്യം? നമ്മുടെ ആ പഴയ മനുമോനെ അല്ല അവരിപ്പോ. ഈ ദിവസങ്ങളിൽ റൂമിൽ തനിയെ ഒരുപാട് സമയം ഇരിക്കുന്നത് ഞാൻ കണ്ടു. നീ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് അറിയില്ല, നിന്റെ മനസ്സിൽ നിറച്ചു. ദൈവമേ, എന്താണോ ഞങ്ങളുടെ മനുമോൻ? എടി, ആ ഫോണെടുത്തേ. ഹലോ, ആരാണ്? അതെ, മനുവിന്റെ അമ്മയാണ്. നിങ്ങൾ ആരാണ്? എന്തുപറ്റി? നമ്മുടെ മോനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്താണെന്ന് അറിയില്ല. നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇരിക്കൂ. എന്താണ്? സാർ, എന്റെ മോനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞു ഇവിടെ ഫോൺ വന്നു. ഓ യെസ്, മനു അല്ലേ? അതെ സാർ. അവന് എന്താ പറ്റിയത്? എന്ത് പറ്റാനാണ്? പണം കൊടുത്ത് മോനെ കോളേജിൽ അയക്കുമ്പോൾ അവനെ ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നുപോയി അല്ലേ? സാർ, എന്താ സാർ? ഒന്ന് തെളിച്ചു പറ. മോനെ മയക്കുമരുന്ന് ഉപയോഗിച്ചപ്പോൾ ഒന്ന് വിലക്കാരുന്നല്ലോ. സാർ, എന്റെ മോനോ?
അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്പസ്വല്പം മദ്യം ഞാൻ കഴിക്കും, പക്ഷെ അവനെ ഞാൻ ഇതൊന്നും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ഹേ മിസ്റ്റർ, അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. മദ്യത്തിന്റെ വഴിയിലൂടെ നിങ്ങളുടെ ജീവൻ പോയപ്പോൾ മകനെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ല. എന്ത്? എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? വഴിവെക്കി കിടന്ന നിങ്ങളുടെ മകനെ ആരോ എത്തിച്ചതാണ്. മനുവിന്റെ മൊബൈലിൽ നിന്നുമാണ് നിങ്ങൾ നമ്പർ ലഭിച്ചത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മകൻ ഇപ്പോൾ ക്യാൻസറാണ്. എന്റെ മകന് ക്യാൻസറോ? അതെ, ബട്ട് നൗ ഇറ്റ് ഈസ് ക്രിട്ടിക് സ്റ്റേജ്. ഡോക്ടർ, എന്റെ മോനെ ഒന്ന് രക്ഷിക്കാൻ കഴിയുമോ? നിങ്ങളെ പോലെ എത്രയോ അച്ഛനമ്മമാർ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു. ആ കഷ്ടപ്പാടിന് വിലയറിയാതെ ലഭിക്കുന്ന പണം ലഹരിയുടെ മാസ് മീഡിയ ലോകത്തിൽ ദൂർത്തടിക്കുവാൻ അവർ ഉപയോഗിക്കുന്നു. ഫലമോ ലക്ഷ്യം നഷ്ടപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെടുന്നു. ആറി പറയുന്നതൊന്നും എന്റെ തലയിൽ കയറുന്നില്ല. അവന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ വേദനിക്കുന്ന അവന്റെ അമ്മയോട് ഞാൻ എന്താ പറയേണ്ടത്? ഈശ്വര, ഇനി എന്താ ചെയ്യേണ്ടത്? എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. നമുക്ക് ചികിത്സിക്കാൻ മാത്രമേ കഴിയൂ. മോനെ, 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 എന്ത് പറ്റി നമ്മുടെ മോനെ? എന്ത് പറ്റി? എന്നെ പറയൂ. നീ വിഷമിക്കരുത്. നമ്മുടെ മോന് എന്ത് പറ്റി അവന്? അവന് ക്യാൻസറാണ്. ദൈവമേ, ഞാനെന്തായി കേൾക്കുന്നു? ഇല്ല, എനിക്ക് സഹിക്കാനാവുന്നില്ല. മോനെ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നശിച്ച പാത പിന്തുടർന്ന എന്റെ ജീവിതം അത് കണ്ടുപിടിച്ച എന്റെ മോൻ. ദൈവമേ, ലഹരിയുടെ ലോകത്ത് ഞാൻ ജീവിച്ചപ്പോ എന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയത് ഞാൻ അറിഞ്ഞില്ല. എന്റെ ജീവിതം തകർത്ത ഈ മദ്യം ഇന്നു മുതൽ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഈ ദുർഗതി ഒരു കുടുംബത്തിനും വരാതിരിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലെ എത്ര കുടുംബങ്ങളാണ് ലഹരിയുടെ കണ്ണീർ കയറ്റി മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും കുടുംബ ബന്ധങ്ങളുടെ താഴ്വീരാക്കുമ്പോൾ വാർദ്ധക്യത്തിൽ താങ്ങാകേണ്ട മക്കൾ അകാല മൃത്യുവടയുമ്പോൾ പവിച്ചു നിൽക്കുവാനേ മനുഷ്യൻ കഴിയുന്നു. കുടുംബ ബന്ധങ്ങളുടെ നെടുന്തൂണാകേണ്ട ആധുനിക യുവതലമുറ മയക്കുമരുന്നുകളുടെ കൊടുങ്കാറ്റിൽ നിലം പതിക്കുകയാണ്. ഇനിയും മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കണ്ടത് നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ആഹ്ലാദം അലതല്ലുന്ന സന്തുഷ്ട കുടുംബങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ പണിതുയർത്താം. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ കണ്ടതുപോലെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഈ ലഹരിയോട് വിട പറയുവാൻ ഒരു പുനർവിചിന്തത്തിനായി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇതോടനുബന്ധിച്ച് അല്പസമയം ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നുള്ള വിമോചനം എങ്ങനെ പ്രാപിക്കാമെന്ന് മാത്രമല്ല, ദൈവം മനുഷ്യന് വേണ്ടി സൗജന്യമായിട്ട് ഒരുക്കിയിട്ടുള്ള നിത്യരക്ഷയെ കരകതമാക്കുവാനുള്ള നിത്യരക്ഷയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം. ഷാരോൺ ഫെലോഷിപ്പ് മുണ്ടക്കയം സഭയുടെ ശുശ്രൂഷകനായ കർത്താവദാസൻ അഭയാസാൻ തുടർന്നുള്ള അല്പസമയം നിങ്ങളോട് സന്ദേശം അറിയിക്കും. അതിനായിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. ഈ ശബ്ദപരിധികളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഈ പ്രദേശത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ അറിയിക്കുന്നു. ഈ ഉച്ച സമയത്ത് ഒരു ലഘുനാടകത്തിലൂടെ സമൂഹത്തെ കാരണം നിൽക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം എത്രത്തോളം വിപത്തുകൾ വരുത്തുന്നു എന്നുള്ള സന്ദേശം നിങ്ങളെ അറിയിപ്പാൻ അതിന്റെ പ്രിയപ്പെട്ടവർക്ക് ഇടവരുത്തിയതോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്തരമുള്ള സന്ദേശങ്ങളൊക്കെ പലപ്പോഴും ഒരു ചെവികൾ കേട്ട മറ്റു ചെവികളിലൂടെ പുറം തള്ളിക്കൊണ്ട് സന്ദേശത്തെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവണത വളരെയധികം നാം കണ്ടുവരുന്നു. മദ്യമം മയക്കുമരുന്ന് വരുന്ന വിപത്തുകൾ വളരെ വലുതാണ്. ഒരു വലിയ പ്രതീക്ഷയോടുകൂടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്ന മാതാപിതാക്കൾ കുറച്ച് കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് 100 പ്രതീക്ഷകളോടുകൂടെ ഇല്ലാത്ത പണം കടം വാങ്ങിച്ചും
ഞെരുക്കമുള്ള ജീവിതം നയിച്ചും തങ്ങളുടെ പല സന്തോഷത്തിന്റെ അനുഭവങ്ങൾ വേണ്ടെന്നും വെച്ച് കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ ഉന്നതരായി തീരണം, ഞങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ മാറണം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ കലാലയങ്ങളിലേക്കും സ്കൂളുകളിലേക്കും പറഞ്ഞയക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി എന്നുള്ള സത്യം കുറെ കഴിഞ്ഞിട്ടാണ് പല മാതാപിതാക്കളും തിരിച്ചറിയുന്നത്. വിദ്യ അഭ്യസിക്കേണ്ടതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന വിദ്യാലയങ്ങൾ മയക്കുമരുന്നിന്റെ കേളി കേന്ദ്രങ്ങളായി മാറുന്ന ഈ കാലയളവിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി യാഥാർത്ഥ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മാതാപിതാക്കൾ പലപ്പോഴും വളരെ വൈകി തിരിച്ചറിയുന്നു പ്രതീക്ഷയോടെ പറഞ്ഞയച്ച തങ്ങളുടെ കുഞ്ഞുങ്ങളും മയക്കുമരുന്നിന് അടിമകളാണെന്നത്. ഒത്തിരി വഴക്ക് പറഞ്ഞു നോക്കി, ഒത്തിരി അവരെ ശാസിച്ചു നോക്കി, മർദ്ദന മുറകൾ പലതും പ്രയോഗിച്ചു നോക്കിയിട്ടും ജീവിതത്തിൽ ഒരു വ്യത്യാസം വരാതെ പിന്തുടരുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളിവിടെ കണ്ട ഈ നാടകത്തിൽ ലഘുനാടകത്തിലും സന്ദേശം അത് തന്നെയാണല്ലോ. മുതിർന്നവർ കാണിക്കുന്ന അതേ പാത പിന്തുടരുന്ന കുഞ്ഞുങ്ങൾ, മധുരിക്കുന്ന സഹോദരങ്ങൾ പിതാക്കന്മാർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന്, എന്റെ പാത എന്റെ കുഞ്ഞുങ്ങൾ പിന്തുടരുകയില്ലെന്നുള്ള വൃഥ ചിന്തയാണ് പലരെയും അലട്ടുന്നത്. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണമെന്ന്, നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന നിങ്ങളുടെ കുടുംബത്തിന് ചെലവെക്കാണ്ട പണം മുഴുവൻ നിങ്ങൾ മദ്യപാനത്തിനും മയക്കുമരുന്നിനും വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ ഒക്കെ ആ പാത പിന്തുടരുന്നു എന്നുള്ള വ്യക്തമായ യാഥാർത്ഥ്യം ഒരുപക്ഷെ കുറച്ചു കാലം കഴിഞ്ഞെങ്കിലും നിങ്ങൾ അറിയും. അതുകൊണ്ട് ഈ സത്യത്തെ, ഈ സന്ദേശത്തെ നിങ്ങൾ മുഖവിലക്കെടുക്കണമെന്നാണ് ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുള്ളത്. എത്രയോ കുടുംബങ്ങൾ, ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് എത്രയോ വിലപിക്കുന്നു. രാവിലെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഭർത്താവ് വൈകിട്ട് മൂക്കുവിട്ട് കുടിച്ച് വീട്ടിനകത്ത് വന്ന് ഭാര്യയെ തല്ലുന്നു, മക്കളെ തല്ലുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതി ഉളവാക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു വിടുതലിന് വേണ്ടി പലവട്ടം പല കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒരു രക്ഷയില്ലാതെ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ. നിങ്ങൾ നിശ്ചയമായും ഈ സന്ദേശം ശ്രമിച്ചേ മതിയാവുകയുള്ളൂ. നിങ്ങൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും നിങ്ങൾ ഈ സന്ദേശത്തിന് ചെവി കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നാളെ നാം ഇവിടെ കണ്ട ഈ നാടകത്തിൽ കണ്ട ദുരന്തം ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബങ്ങളിലായിരിക്കാം കടന്നു വരുന്നത്. അവസാന നിമിഷം ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും? ഒത്തിരി തവണ പലരും തീരുമാനമെടുത്തു, ഞാൻ മദ്യപാനം നിർത്തുമെന്ന് ഭാര്യയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്ത എത്രയോ ആളുകൾ ഒരുപക്ഷെ എന്നീ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് ഞാൻ ഇനി ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ പ്രതി കുടിക്കുകയില്ലെന്ന് ദൈവനാമത്തിലൊക്കെ സത്യം ചെയ്ത എത്രയോ ആളുകൾ ഇതിന് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ ഈ വിപത്തിൽ അകപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹം കാണുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ തീരുമാനമെടുത്തത്. ഒരുപക്ഷെ നിങ്ങൾ ചിലർക്ക് പറയാൻ കഴിയുന്നത്, ഇതിന്റെ വിപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി മതകേന്ദ്രങ്ങൾ കയറി ഇറങ്ങി, ഞാൻ ഒത്തിരി നേർച്ചകൾ നേർന്നു, ഞാൻ ഒത്തിരി കാഴ്ചകൾ കാഴ്ചവെച്ചു, ഞാൻ ഒത്തിരി യാത്ര ചെയ്തു, ഒത്തിരി ഇടങ്ങളിൽ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ടും എനിക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല. ചിലർക്ക് പറയാനുള്ള മറുപടി, ഞങ്ങൾ പല ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പോയി, മാസങ്ങൾ ഞങ്ങളുടെ ചെലവഴിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടായി. പക്ഷേ ഒരു വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, വീണ്ടും അതിന്റെ പിടിയിൽ അകപ്പെട്ടു. ഒരുപക്ഷെ ഭർത്താക്കന്മാരെ കുറിച്ചോ കുഞ്ഞുങ്ങളെ കുറിച്ചോ ഭാര്യമാർക്കോ മാതാപിതാക്കൾക്കോ പറയാനുള്ള സാക്ഷ്യം അത് തന്നെയായിരിക്കും. എങ്ങനെ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും? വിദ്യാഭ്യാസം കൊണ്ട് ഇതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയുകയില്ല, കായിക ബലം കൊണ്ട് ഇതിനെ അതിജീവിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ നടക്കുന്ന അക്രമങ്ങളും അരാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ഒക്കെ പുറകിൽ വ്യാപരിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമാണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടെ വാങ്ങിക്കഴിക്കുന്ന മദ്യക്കുപ്പിയിൽ പുറത്തെഴുതി വെച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതുപോലെ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ അവർ വാങ്ങുന്ന സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്തെഴുതിയിട്ടുണ്ട്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പ്രിയ സഹോദര, പ്രിയ പിതാവ്, പ്രിയ കുഞ്ഞ്, താങ്കൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് വരുത്തിവെക്കുന്ന വിലയ്ക്ക് മറ്റാരെയും പഴിചാരാൻ കഴിയത്തില്ല. അറിഞ്ഞുകൊണ്ട് താങ്കൾ ചെയ്യുന്ന ഈ തെറ്റിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം അത് സുവിശേഷമാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഒട്ടനവധി ആളുകളെ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയും. വേദനിക്കുന്ന കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അധ്വാനിച്ച് കിട്ടുന്ന പണം വീട്ടിൽ ചെലവഴിക്കേണ്ട സ്ഥാനത്ത് മറ്റു പലതിനു വേണ്ടി ചെലവഴിച്ച് ദുരിതപൂർവമായ ജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ യേശുവിലേക്ക് കടന്നു വരേണ്ടത് വളരെയധികം ആവശ്യമാണ്. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ കഴിഞ്ഞിടയ്ക്ക് മദ്യപിച്ച് വാഹനം ഓടിച്ച യുവ ഡോക്ടർമാർ വളരെ മോശമായ രീതിയിൽ പെരുമാറിയതും ഒരു വ്യക്തിക്ക് വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായതും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു കേട്ടതാണ്. സൗമ്യ എന്ന പെൺകുട്ടിയെ
കൊലപ്പെടുത്തിയ ഗോവിന്ദസ്വാമി മയക്കുമരുന്നിന് അടിമയായിരുന്നു. കൊട്ടാരക്കരയിൽ ഒരു യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയത് മയക്കുമരുന്നിന് അടിമയായ, മദ്യത്തിന് അടിമയായ ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനെ മയക്കുമരുന്നുകളും മദ്യവും ഒക്കെ സമൂഹത്തിന് വരുത്തിരിക്കുന്ന ഈ വിലയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇതിന് മറ്റൊരു മാർഗമില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ അവകാശപ്പെട്ടാലും, നിങ്ങൾ ഏതെല്ലാം മതകേന്ദ്രങ്ങൾ സന്ദർശിച്ചാലും, നിങ്ങൾ ഏതെല്ലാം ഡീഅഡിക്ഷൻ കേന്ദ്രങ്ങളിൽ നിങ്ങൾ പോയാലും രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് യേശുവിന്റെ മാർഗം മാത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലയിൽ കരിക്കൻവില കൊലക്കേസിൽ റെനി ജോർജ് എന്ന് പറയുന്ന വ്യക്തി, മദ്രാസിലെ മോൻ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിന് വേണ്ടിയും അതിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടിയും പണം കണ്ടെത്തുവാൻ വേണ്ടി സ്വന്തം അങ്കിളിനെയും ആന്റിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ റെനി ജോർജ് തന്റെ കൂട്ടുകാരായ നൈജീരിയക്കാരായ ആളുകളോടൊപ്പം കൊലപാതകം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടു. ഇന്ന് ആ റെനി ജോർജ് ഒരു സുവിശേഷകനാണ്. ജയിലിൽ കഴിയുന്ന ആളുകളുടെ വിധവയായ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും പോറ്റി പുലർത്തുന്ന ബാംഗ്ലൂരിൽ നടത്തുന്ന ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് റെനി ജോർജ് എന്ന് പറയുന്നത്. റെനി ജോർജിനെ ഒരു മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയത് പോലീസിന്റെ മർദ്ദനമുറകൾക്കല്ല. പോലീസിന്റെ മർദ്ദനമുറകൾക്കൊന്നും റെനി ജോർജിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിഞ്ഞില്ല. മൂന്നാമുറ പോലുള്ള പോലീസിന്റെ മാരക പ്രയോഗങ്ങൾക്കൊന്നും ഇവിടുത്തെ ഒരു വ്യക്തികൾക്കും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനെ വരുത്തിയിട്ടെങ്കിൽ ഇവിടെ എങ്ങനെ നമ്മുടെ കേരളം നന്നാകുമായിരുന്നു. ഇവിടെ പോലീസ് ഇല്ലാഞ്ഞിട്ടില്ല, ഭരണ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, കോടതികൾ ഇല്ലാഞ്ഞിട്ടല്ല, ശിക്ഷാ നടപടികൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഈ ദേശനിവാസികൾ, ഈ പെരുമ്പട്ടി പ്രദേശത്തെ നിവാസികളെ നിങ്ങളൊരു സത്യം തിരിച്ചറിയണം. ഈ മർദ്ദനമുറകൾക്കോ അവരുടെ ശിക്ഷാ നടപടികൾക്കോ ഒന്നും മനുഷ്യന്റെ മനസ്സിനൊരു മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. ആ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഒട്ടനവധി പേരെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിർത്തുവാനുണ്ട്. തൃശൂർ മലപ്പാടിലെ ജോസ് അതിന് ഉത്തമ ഉദാഹരണമാണ്. ആലപ്പുഴ കൈനഗിരിയിലെ ജോസഫിന്റെ ജീവിതം മാറ്റിമറിച്ചത് സുവിശേഷമാണ്. ആലപ്പുഴ മുഹമ്മയിലെ മുഹമ്മദ് ചന്ദ്രന്റെ ജീവിതം മാറ്റിമറിച്ചത് ആ സുവിശേഷമാണ്. ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ യൗവനക്കാർ, ഈ സുവിശേഷങ്ങളിൽ പലരുടെയും ജീവിതം മാറ്റിമറിച്ചത് ഈ സുവിശേഷമാണ്. അതുകൊണ്ട് പല മാർഗങ്ങൾ നിങ്ങൾ തേടിപ്പോയി, പക്ഷെ നിങ്ങൾക്ക് രക്ഷയില്ല. എന്റെ ഭർത്താവ് ഒന്ന് രക്ഷപ്പെടണം, എന്റെ കുഞ്ഞൊന്ന് രക്ഷപ്പെടണം, അവരുടെ മദ്യപാനം മാറണം, മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കണം. ഞാനൊരു മദ്യപാനിയാണ്, ഞാനൊരു മയക്കുമരുന്നിന്റെ അടിമയാണ്, എനിക്ക് രക്ഷപ്പെടണം. എന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് ഇനി എനിക്ക് വീഴ്ത്താൻ വയ്യ, എനിക്കൊന്ന് രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ സന്ദേശം എന്ന് പറയുന്നത്. യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരൂ. മറ്റൊരുത്തരും രക്ഷയില്ലാതെ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ദൈവമായ കർത്താവ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന സകല ശിക്ഷകളും എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ നമുക്ക് പകരമായത് അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാമത് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവിന്റെ അടുക്കൽ വന്ന്, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് അങ്ങ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപം ക്ഷമിക്കണമേ, ഈ ദുരന്തങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന്, മയക്കുമരുന്നുകളുടെ ആസക്തിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, എന്റെ ഭർത്താവിനെ വിടുവിക്കണമേ, എന്റെ കുഞ്ഞിനെ വിടുവിക്കണമേ, എന്റെ സഹോദരനെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ലോകം തരാത്തൊരു സമാധാനം ദൈവം നിങ്ങൾക്ക് തരും. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നവരൊക്കെ അല്പസുഖത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ കണ്ട ആ ലഘു നാടകത്തിന്റെ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകരുത്. നിങ്ങൾ നിമിത്തം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സഹോദരങ്ങളോ കുഞ്ഞുങ്ങളോ ഒക്കെ ഈ പാത പിന്തുടരുന്നതിനുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മാവിന്റെ മോചനത്തിന് വേണ്ടി യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമില്ല. നിങ്ങൾ മറ്റെന്തെല്ലാം മാർഗത്തിലൂടെ നിങ്ങൾ കടന്നുപോയാലും, എന്തെല്ലാം കാര്യങ്ങളിലൂടെ നിങ്ങൾ ഇതിനൊരു പരിഹാരം വരുത്താൻ ശ്രമിച്ചാലും രക്ഷയില്ല. ആ ഒരു ചരിത്രമാണ് കേരളം ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടുത്തെ ഓരോ ആഘോഷം നടക്കുമ്പോഴും റെക്കോർഡുകളല്ലേ തികയുന്നത്. മദ്യം വിൽക്കുന്നതിന്റെ റെക്കോർഡ്, കളക്ഷൻ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ഓരോ ഉത്സവങ്ങളും മുന്നോട്ട് പോകുമ്പോ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞ്, തകരുന്നു നിന്റെ ജീവിതമാണ്, നിന്റെ കുടുംബമാണ്. ഇന്ന് പകൽ സമയം നിന്നെ രക്ഷിപ്പാൻ ഈ മതങ്ങൾക്ക് കഴിയുകയില്ല, ഇവിടുത്തെ ഇസങ്ങൾക്ക് കഴിയുകയില്ല, ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയുകയില്ല, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുകയില്ല, ഇവിടുത്തെ ഒരു സംവിധാനത്തിന് കഴിയുകയില്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു സ്വർഗത്തിലുണ്ട്. ആ യേശു നിന്നെ മാടി വിളിക്കുകയാണ്. ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നീ കടന്നു വരുമോ? യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു.
കുഞ്ഞെ, നീ എത്ര വലിയ ക്രൂരനാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്താലും നിന്റെ പാപം ക്ഷമിക്കാൻ ഒരു മാർഗമുണ്ട്. നീ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരും. നമുക്കറിയാമോ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും കൊട്ടേഷൻ സംഘങ്ങളിൽ അംഗങ്ങളായിത്തീരുകയാണ്. എന്തിനാണെന്നറിയാമോ? മയക്കുമരുന്നിന്റെ ഉപയോഗത്തിന് വേണ്ടി, പണം കണ്ടെത്താൻ വേണ്ടി അവർ സ്വീകരിക്കുന്ന ഒരു എളുപ്പമാർഗമാണ് കൊട്ടേഷൻ സംഘങ്ങളിൽ പ്രവർത്തിക്കുക, ഗുണ്ടായിസം കാണിക്കുക, ആളുകളെ ഉപദ്രവിക്കുക, പിടിച്ചുപറിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ആളുകളെ കൊല്ലുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യാൻ തയ്യാറാകുന്നതിന്റെ പുറകിലുള്ള കാരണം കേവലം പണമല്ല, മയക്കുമരുന്നിന് വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടിയുള്ള കുറുക്കുവഴികളാണ്. ഇതിൽ നിന്ന്, ഈ വിപത്തിൽ നിന്ന് നമ്മുടെ ദേശത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങളിവിടെ ഉയർത്തി കാണിക്കുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മറ്റൊരു മാർഗമില്ല പ്രിയ പിതാവേ, മറ്റൊരു മാർഗമില്ല പ്രിയ മാതാവേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞെ, രക്ഷപ്പെടുവാനായിട്ട് മറ്റൊരു മാർഗമില്ല. ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഇന്ന് ഈ ഉച്ച സമയത്ത് ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്കൾ ചെയ്ത തെറ്റുകൾ അത്ര വലുതാണെങ്കിലും പ്രിയ കുഞ്ഞെ, എന്റെ മാതാവിനെ പിതാവിനെ ഒക്കെ ദുഃഖിപ്പിച്ച് എനിക്കൊന്ന് രക്ഷപ്പെടണം, പക്ഷെ എനിക്ക് കഴിയുന്നില്ല, ഇതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, മയക്കുമരുന്ന് മാഫിയയുടെ അടിമത്തത്തിലായി, ഈ മദ്യത്തിന്റെ ലഹരിക്ക് അടിമത്തത്തിലായി എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ യേശുവിലേക്ക് വാ. യേശുവിനെ ഒട്ടനവധി പേരുടെ പേരുകൾ ഞാനിവിടെ പറഞ്ഞു. ഇവരൊക്കെ ജീവിതം മാറ്റിയത് ഇവിടുത്തെ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾക്കല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ നിയമങ്ങളല്ല ഇവരെ മാറ്റിയത്, പോലീസിന്റെ മർദ്ദനമുറകളല്ല. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ മാതാവേ, എന്റെ കുഞ്ഞിനെ ഈ പിശാചിന്റെ കരാളഹസ്തത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതിന് വേണ്ടി ക്രൂരമായ മർദ്ദനമുറയോ ക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങളോ ഒന്നും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്നതല്ല. യേശുവിനെ അവനെ അതിൽ നിന്ന് പിന്തിരിക്കാൻ കഴിയും. ഈ യേശുവിന്റെ സ്നേഹത്തിലേക്ക്, ഈ യേശുവിന്റെ കൃപയിലേക്ക് കടന്നു വരുക. ഈ പരിപെട്ടി ദേശത്തെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇതിനൊരു അവസരം, ഈ ജീവിതം മാത്രമേ ഉള്ളൂ, ഇനിയൊരു ജീവിതമില്ല. ഇതിന് രക്ഷപ്പെടുവാനായിട്ട് ഇനിയൊരു അവസരമില്ല. നമ്മൾ എന്ന് ഭരിക്കുമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ദൈവം ആയുസ് നൽകട്ടെ. ഇവിടെ കൂടി നിങ്ങളുടെ ശബ്ദബന്ധിക്കുള്ളിൽ നിങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും ദൈവം ആരോഗ്യം നൽകട്ടെ. ദീർഘനാളുകൾ ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. പക്ഷേ എന്ന് മരണം നമ്മെ കടന്നു പിടിക്കുമെന്ന് അറിയത്തില്ല. ഈ പ്രസംഗം ഞാൻ മുഴുവിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഈ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. മരണം ഏത് സമയം നമ്മളെ പിടിക്കാം. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ജീവിപ്പാൻ, നിങ്ങൾക്ക് രക്ഷപ്രാപിപ്പാൻ ഒരേ ഒരു മാർഗം, നിങ്ങളുടെ പാപം മോചിച്ച് നിങ്ങൾക്ക് നിത്യത നൽകുവാൻ, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പാൻ, നിങ്ങളുടെ പാപത്തിന് മോചനം നൽകുവാൻ ഒരേ ഒരു മാർഗം. നമുക്ക് ഒത്തിരി അതെ പണം ഉണ്ടെങ്കിൽ നമുക്കിവിടെ പല കാര്യങ്ങൾ വാങ്ങാം, പല കാര്യങ്ങൾ നമുക്ക് നേടാം, ഉയർച്ചകൾ കൈവരിക്കാം. നിന്റെ പാപം മോചിക്കപ്പെടുവാനായിട്ട് അത് മറ്റൊരു മാർഗമില്ല, മറ്റൊരു വഴിയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവാം ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ലെന്ന് അരുളി ചെയ്ത കർത്താവാകുന്ന യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാലവരെ യാഗമായി തീർന്നു. പ്രിയ സഹോദര, പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചത്. നിങ്ങൾ അനുഭവിക്കേണ്ട കഷ്ടതകളും യാതനകളുമാണ് യേശു നിങ്ങൾക്ക് വേണ്ടി സഹിച്ചത്. ആ യേശുവിന്റെ അടുക്കലേക്ക് ഇത് മതമാറ്റത്തിന്റെ പ്രസംഗമല്ല, ഇതൊരു സമുദായത്തിന്റെ പ്രസംഗമല്ല. മതം മാറിയത് കൊണ്ടും സമുദായം മാറിയത് കൊണ്ടും രക്ഷയില്ല. നിങ്ങളുടെ മനസ്സ് മാറണം. യേശുവിലേക്ക് വാ. യേശുവേ, ഞാൻ ഒരു പാപിയാണ്, എന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപം മോചിക്കണമേ, എന്നെ അവിടുത്തെ മകനാക്കി അല്ലെങ്കിൽ മകളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപമോചനവും, നിങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിരുന്നവർ അതിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സന്തോഷകരമായ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങൾക്കിടയാക്കും. അതിനൊരു മറ്റൊരവസരമില്ല, ഇനി മറ്റൊരു ജീവിതമില്ല. ഒരേ ഒരു ജീവിതം, ഒരേ ഒരു ജീവിതം. ഈ ഒരു ജീവിതം നിങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിക്കുമോ? ഈ ഒരു ജീവിതം നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇത് മനമാറ്റത്തിന്റെ പ്രസംഗമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു മാർഗമാണ് ഞങ്ങൾ സുവിശേഷിക്കുന്നത്. ഞങ്ങൾ അനുഭവിച്ച സന്തോഷമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ പങ്കുവയ്ക്കുന്നത്. ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുമ്പേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം ജീവിതം ഒന്നേയുള്ളൂ. യൗവനം പോയി വരും, വാർദ്ധക്യം വന്നെത്തിയിടും, കണ്ണിന്റെ കാഴ്ചകൾ മറന്നു, കേൾവിക്ക് തകരാറാകും, സുന്ദര രൂപം മാറും, ജനനരകൾ ബാധിച്ചിടും, വില്ലുപോലൂരി വളയും, ഓർമ്മകൾ നിശ്ചലമാകും, നാം കണ്ട കനവുകളെല്ലാം തകർന്നു തരിപ്പണമാകും. ആറടി മണ്ണിൽ നമ്മുടെ ഓട്ടവും വന്നു നിലയ്ക്കും, മരണം നീങ്ങെത്തും മുമ്പേ രക്ഷാമാർഗം നീ തേടിയിടൂ.
വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ദിവസങ്ങൾ എത്ര പൊഴിഞ്ഞു, മരണത്തിൽ വായിച്ചെല്ലാം പായുന്നു നാമതിവേഗം. ഇഹലോകവാസം വിട്ട എവിടെ നാം ചെന്നെത്തിയിടും, നിത്യമായി ജീവിച്ചിടാൻ അകതാരിൽ ആഗ്രഹമില്ലേ. മരണത്തെ ജയിച്ചവരേശു സ്വർഗത്തിൽ വാണിയിടുന്നു, നിന്നെയും ചേർത്തിടുവാൻ അൻപോട് മാടി വിളിക്കൂ. സൗജന്യമായൊരു രക്ഷ ഇപ്പോൾ തന്നെ സ്വീകരിക്കൂ. ജീവിതം ഒന്നേ അത് വെറുതെ പാഴാക്കിടല്ലേ, വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുമ്പേ ഓർത്തിടുക, മരിക്കും മുമ്പേ ഓർത്തിടുക, മരിക്കും മുമ്പേ ഓർത്തിടുക. ഇനിയൊരു ജീവിതം ഭൂമതിയില്ല, ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിതം ഒന്നേ യേശുവിനോട് സമർപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ വ്യാപിപ്പിക്കുന്നു. ദൈവമായ